വിലയിരുത്തപ്പെടും. ഒരുപക്ഷെ സമീപകാല തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പരാജയപ്പെടുന്ന മന്ത്രിമാരുണ്ടാവുന്ന തെരഞ്ഞെടുപ്പാണോ ഇതെന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമാണ്, അത് ചർച്ച ചെയ്യപ്പെട്ടത്. തീർച്ചയായും. അതായത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മന്ത്രിമാരെ തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന ചോദ്യം LDF ചോദിച്ചിരുന്നു. ഞങ്ങളുടെ MLA-മാരിൽ എത്ര പേരെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിരുന്നു. ഇവിടെ ഇതാ മന്ത്രിമാർ തോറ്റു പിൻവാങ്ങുന്നു, MLA-മാർ കൂട്ടത്തോടെ തോൽക്കുന്നു. അങ്ങനെ LDF ഒന്നടങ്കം പരാജയപ്പെടുന്നു. അഞ്ചാം റൗണ്ടിൽ 2586 വോട്ടിന്റെ ലീഡ് എടുക്കുന്നു എന്നൊരു വാർത്ത LDF-ന് ആശ്വാസകരമായി വരുന്നു. മാനന്തവാടിയിൽ കഴക്കൂട്ടത്ത് LDF 806 വോട്ടുകൾക്ക് മുന്നിൽ, അവിടെയും ആശ്വാസകരമായ വാർത്ത. കഴക്കൂട്ടത്ത് നമ്മൾ ഏറെക്കുറെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രെഡിക്ട് ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ വരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിന്റെ UDF-ന്റെ ഒരു തൂത്തുവാരൽ ഉണ്ടാവുന്നുണ്ട്. പത്തനംതിട്ടയിൽ പ്രകടമാണ്, കോട്ടയത്ത് അതാണ്. കോട്ടയം ജില്ലയിലെ വൈക്കം ഒഴികെയുള്ള എല്ലാ ഇടങ്ങളും 8 UDF ആണ് ഇപ്പോൾ ലീഡ് നേടിക്കൊണ്ട് നിൽക്കുന്നത്. ഇതേസമയം എറണാകുളം അതാണ്, ഇടുക്കിയും തൂത്തുവായിരുന്നു. ഈ തരത്തിൽ മധ്യകേരളത്തിന്റെ ഒരു പൂർണ്ണ ചിത്രമുണ്ട്. മലബാറിലേക്ക് പോകുമ്പോൾ പ്രതിഫലനം ഉണ്ടായത് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ആവാം. ഒരുപക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട എന്തായാലും അത് LDF-ന് ഇപ്പോൾ ഒരു ആശ്വാസം നൽകുന്നു. നേരത്തെ ആരായിരിക്കും പ്രതിപക്ഷത്തിരിക്കാനെന്ന് രഞ്ജിത്ത് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി വേണമായിരുന്നു. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ഇപ്പോൾ പിന്നിൽ പോവുകയും അങ്ങനെ KN ബാലഗോപാൽ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വിജയിച്ചാൽ KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതാവാകാൻ സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ആ വിജയം, അങ്ങനെ ഒരു മുന്നേറ്റം ഈ ഘട്ടത്തിലെങ്കിലും ആശ്വാസമാകുന്നുണ്ടാകാം. ചാണ്ടി ഉമ്മൻ ഇതാ 25,000 കടന്നു. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലെ മേൽക്കൈ ലീഡ് 25,000 പിന്നിട്ടിരിക്കുന്നു. മട്ടന്നൂരിൽ VK സനോജ് ഭൂരിപക്ഷം കുറയുന്നു, വെറും 309. കഴിഞ്ഞ തവണ KK ശൈലജ സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷം നേടി വിജയിച്ച മട്ടന്നൂരിലാണ് VK സനോജിനെ പോലെ ഒരു സ്ഥാനാർത്ഥി 309 വോട്ടിന് മാത്രം ലീഡ് ചെയ്യുന്ന സാഹചര്യം. മട്ടന്നൂരിലെ തോൽവി അല്ലെങ്കിൽ മട്ടന്നൂരിലെ പിന്നോട്ട് പോക്ക, തോൽവി എന്ന് സാങ്കേതികമായി പറയാനാവില്ല എങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ 500 വോട്ടിൽ താഴെ മാത്രം ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷം, അതായത് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് KK ശൈലജ മട്ടന്നൂരിൽ നിന്നായിരുന്നു. അവിടെ നിന്നാണ് ശൈലജയെ മണ്ഡലം മാറ്റി മത്സരിപ്പിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത്. എങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ്, KK ശൈലജയ്ക്ക് ശേഷം പിന്നീട് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത വീണ ജോർജ് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അഭിമർക്കി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് UDF തരംഗം വലിയ രീതിയിൽ വമ്പൻ മരങ്ങൾ പോലും കടമുഴുകുന്നു. ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഏത് നേതാവിനെ പരിഗണിക്കണമെന്നതിൽ പോലും ഉറപ്പ് പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമോ? KN ബാലഗോപാലിന്റെ വിജയം, ഒരു UDF തരംഗം ഉണ്ടായാൽ പോലും വളരെ പെട്ടെന്ന് നടക്കും. ഇതായിരുന്നു ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. പക്ഷേ അവിടെയും വെല്ലുവിളി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം രാജീവിന്റെ കളമശ്ശേരിയിലെ സാധ്യതകൾ ഇപ്പോഴും തുലാസിലാണ്. അങ്ങനെ വമ്പൻ തിരിച്ചടികൾ ഉണ്ടാവുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ, CPM രാഷ്ട്രീയത്തിൽ, ഇടതു രാഷ്ട്രീയത്തിൽ വലിയ ധ്രുവീകരണ സാധ്യതകൾക്ക് പോലും ഇടവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി ഇത് മാറാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ പുതിയ മുഖങ്ങൾ ഉണ്ടാവേണ്ടി വരും. UDF-നും പുതിയ താരോദയങ്ങൾ സംഭവിക്കും. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ CPIM നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ തലമുതിർന്ന പല നേതാക്കളും CPM-ന്റെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പടിയിറങ്ങി എന്നുള്ളതായിരുന്നു. അതിൽ തന്നെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി G സുധാകരനടക്കം മത്സരിക്കുകയും ഇപ്പോൾ വോട്ട് നിലയിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു. കണ്ണൂരിലുണ്ടായ വിമത ശബ്ദം നമുക്കറിയാം. 2 റൗണ്ട് പിന്നിടുമ്പോൾ തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാസ്റ്റർ ലീഡ് തുടരുന്നു. 974 വോട്ടുകളുടെ ലീഡ് തളിപ്പറമ്പിൽ. TK ഗോവിന്ദൻ, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. ഇതാ TK ഗോവിന്ദന്റെ മുന്നേറ്റമാണ് തളിപ്പറമ്പിൽ എന്നതും അത്ഭുതപ്പെടുത്തുന്നു എന്നതാണ്. അതാണ് നേരത്തെ സജിത്ത് സൂചിപ്പിച്ചത്. പാർട്ടിയുടെ നയങ്ങൾ, നിലപാടുകൾ തിരുത്തേണ്ടതുണ്ടോ എന്ന് അണികളെ ചിന്തിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമോ? എത്രയൊക്കെ പിന്നിൽ പോയാലും 50-ൽ താഴെ എന്നൊരു ടാലി CPIM സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഒരുപക്ഷെ ഈ തരംഗം ഇപ്പം കാണിക്കുന്ന ഈ ട്രെൻഡ് സൂചനകൾ അന്തിമ ഫലമായി മാറിയാൽ അഭിലാഷ് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ, UDF ഒക്കെ അവകാശപ്പെട്ടതുപോലെ പരമ്പരാഗത UDF വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും മാത്രമല്ല ഇത്തവണ UDF-ന് അനുകൂലമായി മാറിയത്. ഒരു പക്ഷേ ഭരണം മാറണമെന്ന് ആഗ്രഹിച്ച ഇടതു വോട്ടുകളും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളും പാർട്ടിയുടെ ഈ പറഞ്ഞ സംഘടനാ പ്രശ്നങ്ങളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടി വിരുദ്ധ വോട്ടുകളായ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് മാറിയേക്കാം, അല്ലെങ്കിൽ അത് നിർജീവ വോട്ടുകളായോ ഒരു പക്ഷേ പോയേക്കാം.
അത്തരമൊരു തിരിച്ചടി സ്വന്തം പാളയത്തിൽ തന്നെ ഉണ്ടായെന്ന് വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസിന് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു. അവർക്ക് പ്രാണവായു ലഭിച്ച, ജീവവായു തിരിച്ചു ലഭിച്ച സാഹചര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ പിന്നീട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഭാവിയെ അടഞ്ഞു പോകുമായിരുന്ന, ഘടകകക്ഷികൾ ഉൾപ്പെടെ പിരിഞ്ഞു പോകുമായിരുന്ന അതിസങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടേണ്ടതായി വരുമായിരുന്നു. അതിനെയാണ് അതിജീവിച്ചത്. ജോസഫ് വീണ്ടും ലീഡ് ചെയ്യുന്നു 3296. അവിടെ ശൈലജ വീണ്ടും പുറകോട്ട് പോയി. നേരത്തെ സൂചിപ്പിച്ച മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിൽ എത്തിച്ചപ്പോൾ KK ശൈലജയ്ക്ക് അവിടെ പിന്നോട്ട് പോകേണ്ടി വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. പേരാവൂർ ഇപ്പോൾ നേടിയ ലീഡ് അദ്ദേഹം നിലനിർത്തി തന്നെ പോകാനാണ് സാധ്യത. കാരണം ആദ്യ റൗണ്ടുകൾ എണ്ണിയത് ഇടതുപക്ഷ പഞ്ചായത്തുകളാണ്. അതുകൊണ്ടാണ് അവിടെ KK ശൈലജയ്ക്ക് ഒരു ലീഡ് കാണിച്ചത്. പേരാവൂർ എന്നത് സണ്ണി ജോസഫിനെ സുരക്ഷിതരായി തന്നെ കരപറ്റിക്കാനാണ് സാധ്യത. 2021 ചരിത്ര വിജയം നേടിയ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായി കൂടിയായിരുന്ന KK ശൈലജ പരാജയം മടക്കുന്നു എന്നതാണ്. തൃശ്ശൂരിൽ 10178 രാജൻ പലന്റെ ഭൂരിപക്ഷം. കൈവിട്ടുപോയ മണ്ഡലം തൃശ്ശൂരിൽ 10,000-ലധികം മെജോറിറ്റിയിലൂടെ തിരിച്ചു പിടിക്കുന്നു എന്നതാണ് സൂചനകൾ. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ലീഡ് ചെയ്യുന്നുണ്ട്. തൊടുപുഴയിൽ UDF ലീഡ് ചെയ്യുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ ലീഡ്. ബിജെപിയുടെ അവശേഷിക്കുന്ന സാധ്യത നേമത്തേക്ക് മാത്രമായി ഒതുങ്ങുന്നു. അതാണ് ചിത്രം അല്ലേ? കാരണം മറ്റിടങ്ങളിലെ ചിത്രങ്ങളെല്ലാം മാറുന്നു. ഇനി അവശേഷിക്കുന്ന സാധ്യത നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ പിടിക്കാനാകുമോ എന്നത് മാത്രം. ചിലരെങ്കിലും ഒരുപക്ഷെ കണക്കൂട്ടത്തെ എന്ത് സംഭവിക്കും പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ അവർ പ്രതികരിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അതിൽ പ്രധാന നേതാക്കൾ പ്രതികരിക്കട്ടെ. കൂടിയാലോചനയ്ക്ക് ശേഷം പ്രതികരണം അത് തന്നെയാവണം. ആദ്യം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം, പാർട്ടി നേതാവ്, അതൊക്കെ ആ രീതിയിലായിട്ടുള്ള ആലോചനയായിരിക്കും നടന്നത്. ശരി, എന്തായാലും CPM കടുത്ത തിരിച്ചടി നേരിടുമ്പോൾ CPIക്ക് ചെറുതായെങ്കിലും ഒക്കെ ആശ്വസിക്കാമെന്ന് തോന്നുന്നു. വട്ടിയൂർക്കാവിൽ മുരളീധരൻ ജയിക്കും. KK രമ 7349. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തങ്കൽ മുന്നിൽ വന്നിരിക്കുന്നു. അവിടെ UDFന്റെ ലീഡ് പുറകോട്ട് പോയി. അത് 300 വോട്ടാണ്. മറ്റൊരു കണക്ക് GR അനിൽ 5313 വോട്ടിന് നെടുമങ്ങാട് മുന്നിൽ. അനിൽ അവിടെ ജയിക്കും. GR അനിൽ അവിടെ ജയിക്കും. BT ബൽറാം 2186. ക്ഷമിക്കണം, ടോണി ചമ്മണി 2649 വോട്ടിന് വൈപ്പിന് പറവൂരിൽ VD സതീശന്റെ ലീഡ് 4000-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പറവൂരിൽ VD സതീശൻ 4500 വോട്ടിന്. സൂരജ് രവി മുന്നിൽ, അത് അത്ഭുതപ്പെടുത്തുന്നു. ചാത്തന്നൂരിൽ സൂരജ് രവി മുന്നിൽ. തളിപ്പറമ്പിൽ 3-ാം റൗണ്ടിലും PK ശ്യാമള പിന്നിൽ. PK ശ്യാമള തളിപ്പറമ്പിൽ പിന്നിൽ. ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം 25,000 കടന്നു. തളിപ്പറമ്പിലെ ജനവിധി CPM-നെതിരാണെങ്കിൽ സംഘടനാ തലത്തിൽ ഇത്ര വലിയ പ്രതിസന്ധിയോടെ വേറെ നേരിടാനില്ല. പ്രതിസന്ധികളുമാണ് CPM-നെ കാത്തിരിക്കുന്നത്. തിരിച്ചടി, അടിസ്ഥാന വോട്ടുകളിൽ ഉണ്ടായിട്ടുള്ള കുറവ് ഒക്കെ ചർച്ചയാകേണ്ടുന്ന സാഹചര്യമാണ്. പോലും സ്ഥാനാർത്ഥികൾ പിന്നിൽ പോകുന്നു. തിരുവനന്തപുരത്ത് CP ജോൺ 3000-ലധികം വോട്ടുകൾക്ക്. മുഹമ്മദ് മുഹസിന്റെ അവസ്ഥ ഇപ്പോൾ പരിഗണനയിലാണ്. 358 വോട്ടുകളുടെ മാത്രം മേൽക്കൈയാണ് മുഹമ്മദ് മുഹസിന് നേടാനായിട്ടുള്ളത്. 763 വോട്ടായി ലീഡ് ഉയർത്തിയിരിക്കുന്നു. 7 റൗണ്ട് പിന്നിടുമ്പോൾ ബിന്ദുകൃഷ്ണ ഇത്തവണ ജയിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും ജയിക്കില്ല എന്നായിരുന്നു കൊല്ലത്തുകാർ പറഞ്ഞ. അമ്മാതിരി പണിയെടുത്തിട്ടുണ്ട്. എന്തായാലും അതിനുള്ള ഫലം കിട്ടുന്നു. 7 റൗണ്ട് പിന്നിടുമ്പോൾ 7063 വോട്ടിന് ലീഡ് ചെയ്തു. UDF തരംഗമായത് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ പൊതുവിൽ സാധ്യത കൽപ്പിക്കാത്തവർ പോലും വിജയിച്ചു കയറാനുള്ള സമീറിന്റെ ഭൂരിപക്ഷം മേൽക്കൈ 6000 കടന്നിരിക്കുന്നു. പേരാമ്പ്രയാണ് 5000 വോട്ടിന് മുകളിൽ. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ 5000 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. പേരാമ്പ്രയിൽ പിന്നിൽ നിൽക്കുന്നു എന്നതാണ്. ഫാത്തിമ തഗ്ലി 5000 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. UDF സ്ഥാനാർത്ഥി 2019 വോട്ടുകൾക്ക് 4 റൗണ്ട് പിന്നിടുമ്പോൾ ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിൽ പോകുന്നു. മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഏറ്റവും സേഫ് ആയിടത്ത് ചിഞ്ചുറാണി പിന്നിൽ പോവുകയാണ്. 4 റൗണ്ട് പിന്നിടുമ്പോൾ 2019 വോട്ടുകൾക്ക് പിന്നിൽ. കുന്നത്തുനാട് VP സജീന്ദ്രൻ തിരിച്ചുപിടിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം ഇത്തവണ 2020-യുടെ വോട്ടുകൾ എങ്ങനെ വിഭജിക്കുമെന്ന് ആശയക്കുഴപ്പം സൃഷ്ടിച്ച മണ്ഡലമായിരുന്നു. പക്ഷേ കുന്നത്തുനാട് ആറന്മുളയിൽ അബിൻ വർക്കി ലീഡ് ഉയർത്തുന്നു. 5 റൗണ്ട് പിന്നിടുമ്പോൾ 4882 വോട്ടിലേക്ക് ആറന്മുളയിൽ അബിൻ വർക്ക് ജയിക്കും, വീണയാർ തോക്കും. ആറന്മുളയിൽ അബിൻ വർക്ക് ജയിക്കും, വീണയാർ തോക്കും. സജീന്ദ്രൻ 3 റൗണ്ട് പിന്നിടുമ്പോൾ 853 വോട്ട്
വോട്ടിന് എല്ലാവരും ചാത്തന്നൂരിൽ ജയിക്കും. വീണ്ടും CPI സ്ഥാനാർത്ഥി മുന്നിൽ, രാജേന്ദ്രന് മുന്നിൽ 14 വോട്ടിന്. ചാത്തന്നൂരിൽ വീണ്ടും ശക്തമായ പോരാട്ടം. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 4 റൗണ്ട് പിന്നിടുമ്പോൾ 2058 വോട്ടിന് മുന്നിൽ. പാലായിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു 4000-ലധികം വോട്ടുകൾ. അതായത് ജോസ് കെ മാണിയെ 4000-ലധികം വോട്ടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മാണി സി കാപ്പൻ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ അവസാന ലാപ്പിലേക്ക്. ആലപ്പുഴയിൽ വൻ അട്ടിമറി. എ.ഡി. തോമസിന്റെ ഭൂരിപക്ഷം ഇപ്പോ 5540. വലിയ അട്ടിമറിയാണ് ആലപ്പുഴയിൽ. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ അടിച്ചു നിരത്തിയ എ.ഡി. തോമസ് ഇനി നിയമസഭയിൽ ഇരിക്കും പിണറായി വിജയനൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പാലായിൽ 6 റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ 4754 വോട്ടിന് കാപ്പൻ മുന്നിലാണ്. തലപ്പലം പൂർത്തിയായിരിക്കുന്നു. കൊട്ടാരക്കരയിൽ കേവലം 89 വോട്ടുകളുടെ മേൽക്കൈ മാത്രമാണ് ഈ ഘട്ടത്തിൽ കെ.എൻ. ബാലഗോപാലിനുള്ളത്. ഐഷ പോറ്റിയുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 37,000 വോട്ട് ലീഡ് മാത്യു കുഴൽനാടന് ലീഡ് 37,000. കേരളത്തിൽ ഏറ്റവും അധികം ലീഡ് നേടിയ സ്ഥാനാർത്ഥിയായി ഇപ്പോ മാത്യു കുഴൽനാടൻ. പ്രളയമെന്ന് പറഞ്ഞ വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ. അത് ആ ഭൂരിപക്ഷം മറികടക്കണമെങ്കിൽ നമ്മുടെ ചാണ്ടിയുമ്പം വിചാരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.